DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണത്തിനുള്ള കാത്തിരിപ്പിലാണ് രാജ്യത്തെ കർഷകർ. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള 4 മാസത്തെ ഗഡുത്തുകയാണ് 22ാമത് ഗഡുവായി എത്തിച്ചേരേണ്ടത്. കഴിഞ്ഞ വർഷം 3-ാം മാസമായ ഫെബ്രുവരിയിലായിരുന്നു ഗഡുത്തുക എത്തിയത്. നേരത്തെ ഫെബ്രുവരി മാസത്തിൽ 22ാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്ന സൂചനകളൊക്കെ എത്തിയിരുന്നുവെങ്കിലും തുക വിതരണം മാർച്ച് മാസത്തിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത്. ഫെബ്രുവരി മാസത്തിൽ തുക വിതരണം ഉണ്ടാകുമെങ്കിൽ ഇതിനോടകം തന്നെ ഔദ്യോഗിക അറിയിപ്പുകൾ എത്തുമായിരുന്നു. എന്നാൽ ഇതുവരെ PM കിസാൻ ഗഡു വിതരണത്തെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകളൊന്നും എത്താത്ത സാഹചര്യത്തിലാണ് 22ാം ഗഡു മാർച്ച് മാസത്തിൽ എത്തുമെന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. തുക വിതരണം ചെയ്യുന്ന തീയതിയെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. പ്രധാനമന്ത്രിയുടെ തിരക്കുകൾ കാരണമാകാം പ്രഖ്യാപനം വൈകുന്നത്. എന്നാൽ 22ാം ഗഡു വിതരണത്തിനുള്ള സാങ്കേതിക നടപടികളൊക്കെ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. വിതരണം ചെയ്യാനുള്ള തീയതി മാത്രം ഇനി പ്രഖ്യാപിച്ചാൽ മതി. ഗുണഭോക്തൃ പട്ടിക പുതുക്കൽ ഉൾപ്പെടെ കഴിഞ്ഞ ജനുവരി 27ഓടെ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ PM കിസാൻ വെബ്സൈറ്റിൽ 22ാമത്തെ ഗഡുവിൻ്റെ ഓപ്ഷൻ ലഭ്യമാണ്. എന്നിരുന്നാലും ഈ മാസത്തിനുള്ളിൽ വിതരണം നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അർഹരായ ഗുണഭോക്താക്കളുടെ പുതിയ ലിസ്റ്റ് സർക്കാർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കർഷകർക്ക് PM കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രമേ 2000 രൂപയുടെ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. പുതിയ ഗുണഭോക്തൃ ലിസ്റ്റ് പരിശോധിക്കാനായി വെബ്സൈറ്റിൽ പോയി സംസ്ഥാനം, ജില്ല, വില്ലേജ് തുടങ്ങിയ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. വില്ലേജിലെ മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ലഭ്യമാവുക. ഇതിൽ നിന്നും നിങ്ങളുടെ പേര് തിരഞ്ഞുപിടിച്ച് സ്റ്റാറ്റസ് ഉറപ്പുവരുത്താൻ സാധിക്കും. അതോടൊപ്പം പദ്ധതിയുടെ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ്. ഇതിനോടൊപ്പം തന്നെ ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ഭൂമിയുടെ വിവരങ്ങൾ പോർട്ടലിൽ കൃത്യമായി രേഖപ്പെടുത്തുക, അതായത് ലാൻഡ് സീഡിംഗ് എന്നീ നടപടികളും പൂർത്തിയാക്കിയിരിക്കണം. ഇവ കൃത്യമല്ലാത്തവർക്ക് തുക മുടങ്ങാൻ സാധ്യതയുണ്ട്. ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് DBT മുഖേന പണം കൈമാറുന്ന രീതി ആയതിനാൽ തന്നെ ബാങ്ക് അക്കൗണ്ടും ആധാറും ലിങ്ക് ചെയ്യേണ്ടതും നിർബന്ധമാണ്. അത്തരത്തിൽ ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യാത്ത നിരവധി പേരുടെ തുക മുടങ്ങിയിട്ടുണ്ട്. അത്തരക്കാർ ആധാറും ബാങ്ക് അക്കൗണ്ടും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഇനി ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടും തുക എത്താത്തവർ നിങ്ങളുടെ ഏത് അക്കൗണ്ടുമായാണ് ആധാർ അവസാനമായി ലിങ്ക് ചെയ്തതെന്ന് പരിശോധിക്കുക. ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക. എന്തായാലും PM കിസാന്റെ 22ാം ഗഡു വിതരണത്തിനായുള്ള സാങ്കേതിക ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സൗകര്യപ്രദമായ തീയതി കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിച്ചേരുന്നതായിരിക്കും. തുക വിതരണത്തിൻ്റെ തീയതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിയിക്കുമ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.